ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രച്ച, ഡീസൽ ക്രച്ച. ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി, നമുക്ക് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവലിൽ നമുക്ക് ഫുൾ ഹെർമന്റെ മ്യൂസിക് സിസ്റ്റം ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഡീലർ ഗ്യാപ്പ് എന്ന് വരെ പറയാം. ആ ഒരു ഗ്യാപ്പ് റേറ്റ് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ എക്സ്ചേഞ്ച് സൗകര്യവും 90 to 100% വരെ ലോൺ സൗകര്യവും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ ലോ കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓൺ. ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലേ? അഡ്വഞ്ചർ ആണ് ഓപ്ഷൻ വരുന്നത്. 19 രൂപ വണ്ടി ഇറക്കാം. 50 വേണ്ട. ഫുൾ ഓൺ ഏകദേശം നല്ല പ്രൊഫൈലാണെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കാം. 2015 ഡീസലാണ്. ഒരു 5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 5 രൂപക്ക് അല്ലേ? ഏകദേശം നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കിഡ്ലൻ കാർണിവലാണ്. കാർണിവൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്കിപ്പോൾ ഏറ്റവും മോഡൽ കൂടിയും വാറണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല പൊളി കളക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. സാധാരണക്കാരന് പറ്റിയ ചെറിയ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഇടത്തരം ആളുകൾക്ക് പറ്റിയതുണ്ട്. കുറച്ച് ഹെവി നമുക്ക് SUV ടൈപ്പ് വാഹനങ്ങൾ വേണ്ടവർക്കും എല്ലാം നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വാഹനങ്ങളാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാലിക്കറ്റ് സിറ്റിയിൽ ജാഫർഖാൻ കോളനി, അതായത് നമ്മൾ നിയർലി നമ്മൾ പ്ലാനറ്റോറിന് അടുത്തായിട്ടാണ് ഈ ഒരു മെഗാ മേള ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 30-ാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു മേള നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 സംരംഭങ്ങൾ സംയുക്തമായിട്ടുള്ള ഒരു അടിപൊളി ഇവൻ്റാണ്. AMG സ്മാർട്ട് ഡ്രൈവ് പ്ലസ് നമുക്ക് ടാറ്റ റൊട്ടാനയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കാർണിവലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ബാദുഷയാണ്. നമുക്ക് ഒത്തിരി ദിവസമായി ഇവിടെ ഈ ഒരു മേള തുടങ്ങിയിട്ട് അല്ലേ? ഇപ്പോൾ 2 ദിവസമായി തുടങ്ങിയിട്ട് നമുക്ക് 30-ാം തീയതി വരെയാണ് ഈ മേള വരുന്നത്. 30-ാം തീയതി വരെയാണ് വരുന്നത്. എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമ്മൾ മൾട്ടി ബ്രാൻഡഡ് വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 2 സംരംഭങ്ങൾ സംയുക്തമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഡീലർ ഗ്യാപ്പ് എന്ന് വരെ പറയാം. ആ ഒരു ഗ്യാപ്പ് റേറ്റ് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ എക്സ്ചേഞ്ച് സൗകര്യവും 90 to 100% വരെ ലോൺ സൗകര്യവും പിന്നെ കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഡീലർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കുറച്ചിട്ടുള്ള റേറ്റ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ ഒട്ടുമിക്ക വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ സെഗ്മെൻറ്റിൽ നിന്നും ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് നമ്മൾ പ്ലാനറ്റോറിയം തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ജാഫർഖാൻ കോളനിയുടെ ഈ ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ഹാഷ് ബാഗ് എന്ന് തുടങ്ങാം. നമ്മൾ ടാറ്റ ടിയാഗോ KL18 വടകര രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡലാണ്. എക്സെറ്റ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കിപ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. നിങ്ങൾ ശരിക്കും ഈ ഒരു മോഡൽ നമ്മൾ മാർക്കറ്റ് അന്വേഷിക്കുകയാണ്, ഒത്തിരി പ്രൈസ് കുറച്ചിട്ടാണ് നമുക്ക് ഇവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇത് നമുക്ക് 100% ലോൺ കൊടുക്കാം. യെസ്. അപ്പോൾ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി, നമുക്ക് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവലിൽ നമുക്ക് ഫുൾ ഹെർമന്റെ മ്യൂസിക് സിസ്റ്റം ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കമ്പനി ഇൻബിൽട്ട് ആയിട്ടാണ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും വരുന്നുണ്ട്. പ്ലസ് നമുക്ക് അലോയ് വീൽസ്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം ഉണ്ടാക്കാം. ഇത് നമുക്കൊരു കിഡ്ലൻ സെഡാനാണ് വരുന്നത്. വെർണ അതിൻ്റെ ഒരു ഫ്ലൂയിഡിക്കിൻ്റെ ശേഷം വന്നൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ, അതും നമുക്ക് വടകര രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ്. എസ് ആണ് വേരിയന്റിന്. സിംഗിൾ ഓൺഷിപ്പ്. ഒരു 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ അപ്പോൾ ഇത്രയും കാലം നമുക്ക് ചെറിയൊരു കിലോമീറ്റർ, ഇപ്പോൾ ഇയർലി നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ലേ? വെറും 49,000 കിലോമീറ്റർ ഓടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത്? സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 5 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക് നല്ലൊരു കിഡ്ലം സെഡാൻ, അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 95% നമുക്ക് ലോൺ ചെയ്യാം. ഒരു ചെറിയ 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ദെൻ നമുക്കൊരു സബോമീറ്റർ SUV ആണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വെന്യൂ ആണ്. അതിന്റെ ഫസ്റ്റ് ജെൻ ആണ് വെന്യൂവിന്റെ. എങ്ങനെയായിരുന്നു മോഡല്? 2022 മോഡല് IMT ആണ് വരുന്നത്. IMT ആണ്. അപ്പൊ നമുക്ക് ലേഡീസിനും കൂടി പ്രിഫർ ചെയ്യാം. ഗിയർ ഉണ്ടെങ്കിലും ക്ലച്ച് ഇല്ലാതെ നമുക്ക് ഓട്ടോമാറ്റിക് കൊണ്ടുനടക്കുന്ന പോലെ കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാം. അതും ടർബോ ആണ് വരുന്നത് അല്ലേ? സോ നല്ല പെർഫോമൻസ് ഉണ്ടാവും. അത്യാവശ്യം നല്ല മൈലേജ് എല്ലാം കിട്ടുന്ന അടിപൊളി വാഹനം. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളൂ. പക്ഷേ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ ലോ കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ. എത്ര രൂപയാണ് ചോദിക്കുന്നത് അതിന്? ഇത് 9,400 കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 90-95% വരെ നമുക്ക് ലോൺ കൊടുക്കാം. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് 10-70 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? ബഡ്ജറ്റ് റേഞ്ചിൽ ഡീസൽ നല്ല മൈലേജ് നോക്കുന്ന ഒരു BT വരുന്നുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഒരു ചെറുവാഹനാണ് റെനോ കിഡ്. ഇതെങ്ങനെയായിരുന്നു റേറ്റ് ഒക്കെ വരുന്നത്? ഇതൊക്കെ
ഇതൊക്കെ ഒരു ചെറിയ റേറ്റ് ഉള്ളൂ. 2016 മോഡലാണ്. ഒരു 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു 2 lakh ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപ എടുക്കാം. ഇത് നമുക്കൊരു ഡീസലില് നല്ല മൈലേജ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഉള്ള സ്വിഫ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 മോഡലാണ്. 93,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ZA ആണ് കേട്ടോ വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 93 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത് നമ്മള്? ഇത് നമുക്കൊരു 465. 465 അല്ലേ? ഏറ്റവും ഫുൾ ലോഡാണ്. ZA ആണ്. ഫുൾ കമ്പനി സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പിൽ നല്ല മൈലേജ് കാര്യങ്ങൾ, ഡ്രൈവിംഗ് സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൾട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. then വീണ്ടും നമുക്കൊരു ന്യൂജൻ സ്വിഫ്റ്റ് ആണ് വരുന്നത്. റെഡിൽ വരുന്ന ഒരു വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? AMT ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡൽ VXI. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? ഇത് സെക്കൻഡ് ഓൺഷിപ്പ്. എത്രയായിരുന്നു ചോദ്യം നമുക്ക്? ഇത് നമുക്ക് ഒരു 6,4 കൊടുക്കാം. 6,4 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 95% ഇതിന് നമുക്ക് ലോൺ പാസ്. ചെറിയ 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹോണ്ട ബ്രിയോ. മെയിൻ്റെനൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു വാഹനം അല്ലേ? വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡല് 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ചോദ്യം ഇത് നമുക്ക് 265 കൊടുക്കാം. 265. ലോൺ സൗകര്യം ഉണ്ടാവില്ല? ലോൺ സൗകര്യം ഉണ്ട്. വീണ്ടും നമുക്ക് ടിയാഗോ വരുന്നുണ്ട്. ടിയാഗോയുടെ ഒരു ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് തവണ സാൻഡ്രോ വരുന്നുണ്ട്. അതേപോലെ പഞ്ച് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ. നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലേ? അഡ്വഞ്ചർ ആണ് ഓപ്ഷൻ വരുന്നത്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് വരില്ല കസ്റ്റമർ പ്രൊഫൈൽ പോലെയാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു 90-95% ലോൺ കൊടുക്കാൻ പറ്റില്ല. വീണ്ടും നമുക്ക് ടിയാഗോ വരുന്നുണ്ട്, മൈക്ര, സ്വിഫ്റ്റ്, അതേപോലെ തന്നെ വീണ്ടും ടിയാഗോ, റിഡ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ എക്കോ സ്പോർട്ട്, പിന്നെ ഒത്തിരി കളക്ഷൻസ് എല്ലാ റേഞ്ചിലുള്ള വാഹനം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് എലൈറ്റ് i20 വരുന്നുണ്ട്, അതേപോലെ ഇയോൺ വരുന്നുണ്ട്. എക്കോ സ്പോർട്ട് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 മോഡലാണ്. ടൈറ്റാനിയാണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ഒരു 130,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 5-15 ഉണ്ട് കൊടുക്കാം. 5-15 ടൈറ്റാനിയാണ് ഓപ്ഷൻ വരുന്നത്. അപ്പം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഡീസൽ വണ്ടിയാണ്. നല്ല പെർഫോമൻസ്, അതേപോലെ തന്നെ നമുക്ക് നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങൾ കംഫർട്ടൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഒരു ബഡ്ജറ്റ് റേഞ്ച് 5-15. നമുക്ക് ഏകദേശം ഒരു 10-60 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടി നമുക്ക് സുഖമായിട്ട് ഇറക്കാം. ഒരു സെലേറിയാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാട്ടോ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 375 കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 10-25 രൂപ വണ്ടി ഇറക്കാൻ പറ്റൂല. നമുക്കൊരു ഓൾട്ടോ 800 വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് കാറാണ് ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2018 മോഡലാണ്. ഇത് നമുക്കൊരു 2.5 ലക്ഷം രൂപ കൊടുക്കാം. 19 രൂപ വണ്ടി ഇറക്കാം. 50 വേണ്ട. ഫുൾ ഓൺ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കാം. അടുത്താണ് വീണ്ടും നമുക്ക് ടിയാഗോ വരുന്നുണ്ട്. ദെൻ ഒരു കിഡ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? കിഡ് വരുന്നത് 2017 മോഡലാണ്. ഇത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടി കേട്ടോ. ഇതൊക്കെ നല്ല ട്രാക്കിന് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കും. ഓട്ടോമാറ്റിക് ആട്ടോ വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് നമുക്ക് തോന്നുന്നു നെക്സോൺ. നമുക്ക് ഷോറൂമിൽ നിലവിൽ രജിസ്റ്റർ ചെയ്യാത്തൊരു വാഹനം അല്ല, ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. ദെൻ നമുക്ക് ടിയാഗോ വരുന്നുണ്ട്. അടുത്ത തവണ നമുക്ക് സെഡാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റി. സിറ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? സിറ്റി 2015 ഡീസലാണ്. ഒരു 5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക് അല്ലേ? ഏകദേശം നമുക്ക് 10 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസലാണ്. നല്ല മൈലേജ് നോക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അറിയാലോ, ഓടിക്കാനൊക്കെ നല്ല യാത്ര കംഫർട്ട് കിട്ടുന്ന വണ്ടി അല്ലേ? ഇത് നമുക്ക് ടിയാഗോ തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് വാഗ്നർ, അതേപോലെ തന്നെ എക്സ്പ്രസോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ടോപ്പ് എൻഡിൽ ഒരു കിഡ്ലം വാഹനമാണ്. നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ പക്കയാണ് ഒരു വണ്ടി. നമ്മുടെ ടാറ്റ ഹാരിയർ അല്ലേ? 2019 മോഡലാണ്. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 960 കൊടുക്കാം. ബെസ്റ്റ് പ്രൈസിനാണ്. ഹാരിയർ എത്ര വില കുറച്ച് നമുക്ക് കിട്ടില്ല. ഒട്ടിച്ച് മാക്സിമം വില കുറച്ചിട്ട്. ഇതൊരു ബലേനോ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2017 മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. ഡെൽറ്റോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് നമുക്ക് ഒരു 6 ഉണ്ടെങ്കിൽ കൊടുക്കാം. 45,000 കിലോമീറ്റർ ആണ്. ചെറിയ കിലോമീറ്റർ. നല്ല ട്രാക്കിന് 19 രൂപ വണ്ടി ഇറക്കാം. ഒരു 7 സീറ്റർ ആണ് ഹോണ്ട BRV. നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡല് പെട്രോൾ ആട്ടോ വരുന്നത്. പെട്രോൾ ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. ഇത് നമുക്ക് ഒരു 5.5 ഉണ്ട്. ഇതും കൊടുക്കാം. 5 രൂപയ്ക്ക് ഒരു 7 സീറ്റർ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 10-50 രൂപ വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൽ ക്രെറ്റ. എത്രയാണ് ചോദ്യം നമുക്ക്? ഇത് 2017 മോഡലാണ്. SX ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ വണ്ടി. എത്ര ചോദ്യം?
ഇത് നമുക്ക് ഒരു 8 രൂപ കൊടുക്കാം. 8 രൂപക്ക് അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഇതാണ് നമുക്ക് നല്ലൊരു കിടിലൻ മേളയിലാണ്. അപ്പൊ എല്ലാ വാഹനവും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങളാണ് നമുക്ക് മേളയിലേക്ക് വന്നോളൂ. 30 വരെയാണ് നമുക്ക് ഒരു മേള നടന്നുകൊണ്ടിരിക്കുന്നത്. AMG സ്മാർട്ട് ഡ്രൈവ് അതേപോലെ തന്നെ ടാറ്റ റൊട്ടാനയും കൂടി മിക്സ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഗംഭീര കാർണിവലാണ്. നമുക്ക് ഫുൾ ഓണിലും 0 ഡൗൺ പേയ്മെന്റിലും അതേപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ മാക്സിമം നമുക്ക് ഡീലർ ഗ്യാപ്പിൽ തന്നെ വാഹനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ 30 മുമ്പായിട്ട് ഇവിടെ വരിക, ബുക്ക് ചെയ്യുക, നല്ല അടിപൊളി ഓഫർ പ്രൈസ് വാഹനങ്ങൾ സ്വന്തമാക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, അടിപൊളി കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിന് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ബാദുഷ സൈനിങ് ഓഫ്.